നമസ്കാരം മെൻ ഫാമിലി. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു യങ് അമേസിങ് ടാലൻറ്റിനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് മെൻ ടി വിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അദ്വിക് രമേശ്. ഞാൻ 4th ഗ്രേഡിലാണ്. എൻ്റെ ഇൻട്രസ്റ്റ് സയൻസ്, കോമിക്സ്, മാത്ത്, ഡ്രംസ് ആൻഡ് കരാട്ടെ. എൻ്റെ അച്ഛയുടെ പേര് രമേശ് രാമചന്ദ്രൻ. എൻ്റെ അമ്മയുടെ പേര് നിഷ രാധാകുമാരി അമ്മ. സിസ്റ്ററിൻ്റെ പേര് നിക്കിത രമേശ്. ഓക്കെ, സിസ്റ്ററിനെ കുറേ പേർക്ക് അറിയായിരിക്കും. അച്ഛനും അമ്മയും അതേ കുറേ ആയിട്ട് മെൻറ്റിൻ്റെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. സിസ്റ്ററും നമ്മുടെ മെൻ പരിപാടികൾക്കെല്ലാം വോളണ്ടിയറായിട്ടും ഡാൻസറായിട്ടും എല്ലാം വരുന്ന ആളുമാണ് അല്ലേ? ഓക്കെ, അപ്പം എന്താണ് ആദ്വിക്കിൻ്റെ അമേസിങ് ടാലൻറ്റ് എന്നുള്ളത് വെച്ചിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഓൾറെഡി ഇതെല്ലാം കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു വളരെ വളരെ ടാലൻറ്റഡ് ആയ ഒരു കോമിക് റൈറ്റർ ക്രിയേറ്ററാണ് അപ്പൂസ് അല്ലേ? എങ്ങനെ എപ്പോൾ തുടങ്ങി അപ്പൂസ് ഇത് ഇത്രയും എഴുതാൻ? ലൈക്ക് ഏത് ഗ്രേഡിൽ തുടങ്ങി? സെക്കൻഡ് ഗ്രേഡ് തൊട്ട് തുടങ്ങിയോ? എനിക്ക് വയ്യ. ഇത് കോമിക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പറയണ്ടേ, ഒരു പേപ്പറിലോ ഇതിലോ സ്ക്രാച്ച് വർക്ക് ചെയ്ത് ഇടുന്നതല്ല. പക്ഷെ എല്ലാം നല്ല പ്രോപ്പറായിട്ട് എഴുതി സ്വന്തമായിട്ട് ഫുൾ വരച്ച് ഗ്രാഫിക്സ് ഒക്കെ ഇതൊരു ഫുൾ ബുക്കായിട്ട് വിത്ത് ബാർകോഡാണ് ഇറക്കിയിരിക്കുന്നത് അല്ലേ അപ്പൂസെ? ഇത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഒരെണ്ണം തുടങ്ങാനുള്ള ഐഡിയ ഒക്കെ എങ്ങനെയാണ്? ഡോഗ്മാൻ എന്ന് പറഞ്ഞ് ഭയങ്കര പോപ്പുലർ ബുക്ക് സീരീസ് ഉണ്ട്. അത് ഒരു കോമിക് ബുക്ക്. ഇങ്ങനെ റിയൽ ഓത്തർ 2 ബോയ്സ് ആ സ്റ്റോറിയിലുണ്ടാക്കി. ആ 2 ബോയ്സാണ് ഈ ഡോഗ്മാൻ്റെ സ്റ്റോറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു ഓത്തർ 2 ഓത്തറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഓത്തേഴ്സ് സ്റ്റോറി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതാ ഡോഗ്മാൻ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഇതാണ് ഡോഗ്മാൻ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അത് ആ 2 ബോയ്സ് ഇങ്ങനെ കോമിക് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് ഇൻസ്പയർഡ് ആയത്. എനിക്ക് വയ്യ. എന്നിട്ട് ആദ്യം അപ്പൂസ് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വെറുതെ പേപ്പേഴ്സിൽ അങ്ങനെയൊക്കെ വരച്ചു തുടങ്ങി? അത് ആദ്യം തന്നെ ഇങ്ങനെയാണോ? ഫസ്റ്റ് ഡ്രോ ചെയ്യാൻ തുടങ്ങി, പിന്നെ ഇങ്ങനെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ രണ്ടും കമ്പൈൻ ചെയ്തു. അദ്വിക്ക് ഇത് പറയണ്ട, ഓരോന്നും ജസ്റ്റ് അതിൻ്റെ സ്റ്റോറി മാത്രമല്ല, ഓരോ നമ്മുടെ പ്രോപ്പർ കോമിക്സ് ഒക്കെ പോലെ തന്നെ ആ പ്രോപ്പർ ബോക്സ് ഒക്കെ വെച്ച് തോട്ട് ബബിളും എല്ലാം വെച്ച് അതിൻ്റെ സ്കെച്ചിങ്ങും എല്ലാം അപ്പൂസ് തന്നെയല്ലേ? ഇതിന് അപ്പൂസ് ഡ്രോയിങ് ക്ലാസ്സിനെല്ലാം പോയിട്ടുണ്ടോ? സ്വന്തമായിട്ട് ഇമാജിനേഷൻ വരയ്ക്കുന്നതാണോ ഇതൊക്കെ? ഇത് പണ്ടത്തെ സെക്കൻഡ് ഗ്രേഡിൽ തന്നെ ഉണ്ടാക്കിയത്. സെക്കൻഡ് ഗ്രേഡിൽ ഉണ്ടാക്കിയതാണോ? അതും കണ്ട് ആ പാനൽ ഇങ്ങനെ ഇച്ചിരി ആണോ? സെക്കൻഡ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ ഇച്ചിരി കുറവായിരുന്നു അല്ലേ? എന്നാലും ഫോർ എ സെക്കൻഡ് ഗ്രേഡർ ഇത് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് വയ്യ. ഓസം. നോക്കിയതേ, എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പൂസ് ഇത്ര ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ പേജിലും അത് കാണിച്ചിട്ടുണ്ട്. എനിക്കതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അപ്പൂസിന് നേരത്തെ പറഞ്ഞ സയൻസസ് ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഫിസിക്സും ആസ്ട്രോണമിയും. അപ്പം അപ്പൂസ് ഇങ്ങനെ സ്കൂളിലെ ഇപ്പോൾ ഫിസിക്സ്, ആസ്ട്രോണമി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പം എന്ന് വെച്ചാൽ അതിൽ നിന്നാണോ ഇതൊക്കെ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഥകൾ വരുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്പൂസ് ഇപ്പോൾ ഒരു ബുക്ക് എഴുതണം, ഇപ്പോൾ ഡോഗ്മാൻ, ഇപ്പോൾ സ്പൈഡർമാൻ ഇന്ന ബുക്ക് എഴുതണം എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ ആലോചന വരുന്നതാണോ, അതോ എന്തെങ്കിലും ഇങ്ങനെ ക്ലാസ്സിലോ സിനിമ കാണുമ്പോഴോ ഒക്കെ അതിൻ്റെ ഒരു ഇതുപോലെ വരുന്നതാണോ? സിനിമ കാണുമ്പോൾ വരുന്നതാണ്. ഇത് കോമിക്സിൻ്റെ ഇപ്പോൾ സ്പൈഡർമാൻ, അയൺമാൻ ഇതൊക്കെ ആണോ കൂടുതലും കാണുന്നത് അപ്പൂസ്? ആണോ? അതിൽ അപ്പൂസിന് ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഫിസിക്സ്. അപ്പം അതിൻ്റെ എന്തെങ്കിലും ഇൻസ്പിറേഷനോ എന്തെങ്കിലും വരാറുണ്ടോ ഇപ്പം എഴുതാൻ നേരത്ത്? എന്തെങ്കിലും പഠിച്ചതൊക്കെ അതും ഇതും അത്രയും റിലേറ്റഡ് അല്ല, പക്ഷേ ഇൻസ്പയർ ആവുന്ന സൂപ്പർ ഹീറോസിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ അവര് ഇപ്പം വേൾഡ് സേവ് ചെയ്യണം അങ്ങനത്തെ ഒക്കെ അവരുടെ ഇതുകൊണ്ടാണോ, അതോ ഇപ്പോൾ സൂപ്പർ പവേഴ്സ് കാണിക്കില്ലേ, അതിലെന്താ അപ്പൂസിന് വാവ് എന്താ തോന്നാറ്? ആ മൂവിൻ്റെ ക്യാരക്ടറൊന്നുമല്ല, ജസ്റ്റ് അതിൻ്റെ ഭയങ്കര എപ്പിക് ആയിട്ട് അങ്ങ് ഫീൽ ചെയ്യും.
എപ്പിക്കായിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഇപ്പം മാർവലിൻ്റെയും DC-യുടെ ഒക്കെ എല്ലാ മൂവീസും കാണാറുണ്ടോ തിയേറ്ററിൽ? ഇല്ല, മാർവൽ മാത്രമേ. മാർവൽ മാത്രമേ ഉള്ളൂ, DC ഇഷ്ടമില്ല? മാർവലിലെ അപ്പം സ്പൈഡർമാൻ ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഓക്കെ. അപ്പം അതുപോലെ MCU പോലെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ ഏതെങ്കിലും ഒരു ആദ്വിക് സിനിമാറ്റിക് യൂണിവേഴ്സ് വല്ല ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വേണമെങ്കിൽ നോക്കാം അല്ലേ? അതാ അങ്ങനെ ഫസ്റ്റ് ജസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് എൻ്റെ ഓൺ സ്റ്റോറി ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ റീസെൻ്റ്ലി ജസ്റ്റ് ബ്ലാങ്ക് പേപ്പർ എടുത്ത് ഓൺ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി റീസെൻ്റ്ലി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണോ വാട്ടർ ബോയ്? അതെ. ഇത് ശരിക്കും വാവാണ്. എന്താ പറയണ്ട, ഇത് കെമിസ്ട്രി ഇൻസ്പയർഡ് ആണോ അതോ അല്ല? ആദ്വിക്ക് അപ്പൂസ് വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു വാട്ടർ ബോയ് എന്നുള്ളൊരു ഐഡിയ വന്നതാണ് അല്ലേ? കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ അറിവിൽ കേട്ടിട്ടില്ല. എന്തോ ഒരു ക്ലബിൻ്റെ പേരൊന്ന് പറഞ്ഞല്ലോ, അദ്വിക്സ് കോമിക് ക്ലബ്ബ്. പക്ഷെ ഇതല്ല, ഒരു പുതിയ കോമിക് ക്ലബ്ബ് ഉണ്ടാക്കി. പുതിയ കോമിക് ക്ലബ്ബ് ഉണ്ടാക്കിയോ? ഇത് ഇച്ചിരിയുടെ മാർവൽ കോമിക്സ് ഇൻസ്പയർഡ്. ഇത് മൂവീസിന്റെ ഇൻസ്പയറേഷനാണ്, പക്ഷെ ഇത് റിയൽ കോമിക്സിന്റെ ഇൻസ്പയർഡ് അല്ലേ? ആരെങ്കിലും ഇപ്പം എന്താ അപ്പൂസിന് വീട്ടിൽ എനിക്കൊന്ന് ചേച്ചി അപ്പൂസിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു മൈ സിസ്റ്റർ നിക്കിത എന്നും പറഞ്ഞ് അപ്പൂസ് എഴുതിയത്. ഇതെന്താ ചേച്ചി ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയതാണോ? ജസ്റ്റ് ബുക്കാണ്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ അല്ലേ? ഒരു ഡ്രീമോ ഗോളോ എന്താ കുറച്ച് വലുതാവുമ്പോൾ എന്തെങ്കിലും ചെയ്യണം? സയന്റിസ്റ്റ് ഹാഫ് ജോബായിട്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓത്തറും മറ്റേ ഹാഫ്. അപ്പൂസിന്റെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെയാ പറയാറ്? എന്തൊക്കെയാ അതിനകത്ത് ചാനലിലുള്ളത്? സയൻസ് ഉണ്ട്, ഇത്തിരി വീഡിയോസേ ഉള്ളൂ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. സയൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ റീഡ് അലൗട്ട്സ് ഉണ്ട്, ഇങ്ങനെ ഡോഗ്മാൻ്റെ ഒക്കെ ബുക്ക് റീഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നുണ്ട്, ഹൗ ടു ഡ്രോ ഒക്കെ ഉണ്ട് അല്ലേ കോമിക്സിന്റെ? അത് ശരിക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അടിപൊളി, താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മളപ്പോൾ ഇത് മെൻ TV-യിൽ ഷെയർ ചെയ്യും. എന്നിട്ട് ഇപ്പം പറഞ്ഞ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂസിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. ഓക്കെ ആണ്? ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്.